ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ 2024 എൻഡോട് കൂടി 2025 തുടക്കത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന 2025 തന്നെ എക്സാം നടക്കാൻ സാധ്യതയുള്ള എക്സാമിൻ്റെ കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആനുവൽ കലണ്ടറിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള മറ്റൊരു ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസുമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഫോറസ്റ്റ് ഡ്രൈവർ അല്ലേ, കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ പല ആളുകളും നമ്മോട് ചോദിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് ഡ്രൈവർ വിളിക്കാനായോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോട്ടിഫിക്കേഷന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതിൽ ഏജിൻ്റെ ലിമിറ്റ് പറയുന്ന സമയത്തും അതിൻ്റെ ഫിസിക്കൽ കാര്യങ്ങൾ പറയുന്ന സമയത്തൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. നോർമലി സാധാരണ യൂണിഫോം പോസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പോലീസ്, ഫയർ എന്നുള്ള രീതിയിലാണ് ചിന്തിക്കാറുള്ളത്. അതേപോലെ തന്നെ ഒരു നല്ല ഒരു യൂണിഫോം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിഫോം പോസ്റ്റ് തന്നെ, നല്ല രീതിയിലുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ ഫോറസ്റ്റ് ഡ്രൈവർ എന്നുള്ള പോസ്റ്റും വരുന്നത്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ഇപ്പോൾ ഈ ലാസ്റ്റ് ഡിസംബർ ലാസ്റ്റ് 30-ാം തീയതിയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് 2024. നമുക്ക് അപ്ലൈ ചെയ്യാൻ 29/1/2025 വരെ, അതായത് ജനുവരി 29-ാം തീയതി വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 524/2024 ആണ്. ഈ 524 ഞാൻ ഇതിലൊരു 4 കാറ്റഗറി നമ്പറിലെ നോട്ടിഫിക്കേഷന് ഒന്നിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 524 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ജനറൽ ആയിട്ടുള്ള പോസ്റ്റാണ്, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു 3 കാറ്റഗറിയിലുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു NCA നോട്ടിഫിക്കേഷനും ഇതിൻ്റെ കൂടെ തന്നെ ഫോറസ്റ്റ് ഡ്രൈവറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ NCA നോട്ടിഫിക്കേഷനും ഏതാണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ഏറ്റവും അവസാനം പറയാം. അപ്പോൾ പറയുന്ന സമയത്ത് അതിലുള്ള ഉൾപ്പെട്ട ആളാണ് നിങ്ങൾ, ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 524 അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആ ഒരു പോസ്റ്റ് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരൊറ്റ കോമൺ എക്സാമിൽ തന്നെ 2 റാങ്ക് ലിസ്റ്റിൽ നല്ല മാർക്കോട് കൂടിയിട്ട് വരികയാണെങ്കിൽ 2 റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കും. അപ്പോൾ ഈ 524/2024 ആണ് നമ്മളുടെ കാറ്റഗറി നമ്പർ വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ആണ്. നെയിം ഓഫ് ദി പോസ്റ്റ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ഡ്രൈവർ ആണ്. സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 26,500 മുതൽ 60,700 വരെയാണ് അതിൻ്റെ സ്കെയിൽ ഓഫ് പേ എന്നുള്ള ഭാഗം വരുന്നത്. ദെൻ നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ഡിസ്ട്രിക്റ്റ് ആണ്, വേക്കൻസീസിൻ്റെ ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് മറ്റ് പോസ്റ്റുകളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഓൾമോസ്റ്റ് നോർമലി LDV HDV ഒക്കെ പറയുന്ന സമയത്ത് നോർമലി എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസീസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിലെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും വേക്കൻസീസ് ഇല്ല. കാരണം നമുക്കറിയാലോ, ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ഉണ്ടായിരിക്കുക അതായത് ഫോറസ്റ്റ് ഉള്ള സ്ഥലങ്ങളിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വേക്കൻസി അടക്കം വരണം. അപ്പോൾ അത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ കൊല്ലത്ത് ഒരു വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റ് ജില്ലകളിൽ കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട്, വയനാട് ഈ ഒരു ഏരിയകളിലൊക്കെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ സ്ത്രീകൾക്കും അതോടൊപ്പം തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അതോടൊപ്പം തന്നെ ഡിഫറൻഷ്യൽ ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ ഒരു പോസ്റ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് അല്ലേ. അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിക്റ്റിലോട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, വേക്കൻസി വരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഡിസ്ട്രിക്റ്റൊക്കെ നോക്കി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ദെൻ മെത്തേഡ് ഓഫ് അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഡിസ്ട്രിക്ട് വൈസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഡിസ്ട്രിക്ട് വൈസ് ആകുമ്പോൾ ഒരൊറ്റ ഡിസ്ട്രിക്റ്റിലോട്ടേ ഉള്ളൂ ഒരാൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള ഡിസ്ട്രിക്റ്റോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിയമനം ലഭിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറവ് ആളുകൾ എക്സാം എഴുതുന്ന ഏരിയയും ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നതൊക്കെ നോക്കി മനസ്സിലാക്കി നമ്മളുടെ ലോജിക്ക് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഏത് ജില്ലയിൽ വേണമെന്നുള്ളത് നോക്കിയിട്ട് അപ്ലൈ ചെയ്യുക. ദെൻ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 23 മുതൽ 36 വരെയാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അല്ലേ. 23 മുതൽ 36 വരെയാണ് ഫോറസ്റ്റിൽ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് 2/1/1988 മുതൽ 1988 മുതൽ 1/1/2001 വരെ ഉള്ള ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അകത്തുള്ള ആളുകൾക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നോർമലി നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ PSCയുടെ റൂൾ പ്രകാരം OBC SC STകൾക്കുള്ള ആളുകൾക്കുള്ള റിലാക്സേഷൻ ഉണ്ട്. അത് ഇതിലും എന്താണ് ബാധകമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസിലോട്ട് പോവാം.
അപ്പോൾ അടുത്തതെന്ന് പറയാനുള്ളത് ക്വാളിഫിക്കേഷൻ ആണ്. നമുക്ക് എന്ത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആയിട്ടും നമ്മളെ ലൈസൻസ് പരമായിട്ടും എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ബേസിക് ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC ആണ്. നമ്മൾ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള SSLC അല്ലെങ്കിൽ അതിന് ഇക്വലന്റ് ആയിട്ടുള്ള എക്സാമിനേഷൻ പാസ്സായിട്ടുള്ള ആളുകളാണ് ബേസിക്കലി നമ്മളെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈസൻസ് തന്നെയാണ്. അതായത് LMVയും ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിളും ഹെവി ഗുഡ്സ് മോട്ടോർ വെഹിക്കിളും എന്നിവ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആദ്യ കാലങ്ങളിൽ നമുക്ക് ലൈസൻസ് എടുക്കുന്ന സമയത്ത് HPMV HGMV എന്നുള്ള രീതിയിലായിരുന്നു കൊടുത്തിരുന്നത്. ഇപ്പോൾ അതൊരു ഒറ്റ കാറ്റഗറിയിലോട്ട് മാറി ട്രാൻസ്പോർട്ട് നോൺ ട്രാൻസ്പോർട്ട് എന്നുള്ളൊരു മേഖലയിലോട്ട് മാറിയത് കൊണ്ട് ട്രാൻസ്പോർട്ട് കാറ്റഗറി ആയിരിക്കും നമ്മളുടെ ലൈസൻസിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് LMVയും ഹെവിയും ഉള്ള ലൈസൻസ് ഉള്ള ആളുകൾക്ക് 3 ഇയർ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ SSLC ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് SSLC പ്ലസ് ലൈസൻസ് എടുത്തതിന് ശേഷം, ഹെവി ലൈസൻസ് എടുത്തതിന് ശേഷം 3 വർഷം കഴിഞ്ഞിരിക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ഓരോ OMR ടെസ്റ്റ് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്ക് ആ പ്രാക്ടിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റും കൂടി ഇൻക്ലൂഡഡ് തന്നെ ആയിരിക്കും. ദെൻ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റും PSCക്ക് നമുക്ക് വാഹനം ഓടിക്കാൻ കഴിയുമെന്നുള്ളത് നമ്മൾ ടെസ്റ്റിലൂടെ തെളിയിച്ചു കൊടുക്കേണ്ടതാവും. അപ്പോൾ നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു പോസ്റ്റ് ആയതുകൊണ്ട് അതിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് ഹൈറ്റും ചെസ്റ്റും പറയുന്നുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് മിനിമം 168 സെന്റിമീറ്റർ ആയിരിക്കണം മിനിമം ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. ചെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം 81 സെന്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെന്റിമീറ്റർ. നോർമലി സാധാരണ പറയുന്ന പോലെ തന്നെയാണ് എല്ലാ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ. ഇപ്പോൾ ഓൾറെഡി PSC കണ്ടക്ട് ചെയ്യുന്ന ഓൾമോസ്റ്റ് 90% എക്സാമുകളിലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ ചെസ്റ്റ് എന്ന് പറയുന്നത് മിനിമം 81 സെന്റിമീറ്ററും അതോടൊപ്പം തന്നെ 5 സെന്റിമീറ്റർ എക്സ്പാൻഷനുമാണ് നോർമലി പറയാറുള്ളത്. പിന്നെ SC ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ചെസ്റ്റിലൊക്കെ ചെറിയ റിലാക്സേഷൻ ഉണ്ട്. 168 സെന്റിമീറ്റർ ഹൈറ്റ് വരേണ്ടടുത്ത് 160 സെന്റിമീറ്റർ മതി. അതോടൊപ്പം തന്നെ ചെസ്റ്റ് എക്സ്പാൻഷനും കാര്യങ്ങളും ഒക്കെ ആ ഒരു രീതിയിലുള്ള റിലാക്സേഷനും കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ് അല്ലേ. നമ്മളൊരു ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞാൽ PSC കണ്ടക്ട് ചെയ്യുന്ന സെയിം ടെസ്റ്റ് തന്നെ. അതായത് 8 ഐറ്റംസ് നമുക്ക് ഉണ്ടായിരിക്കും. ആ 8 ഐറ്റംസിൽ ഏതെങ്കിലും 5 ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യണം, പാസ്സായിരിക്കണം അല്ലെ. 5 ഇവന്റ് നമ്മൾ പാസ്സായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മളുടെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ നമ്മളെ കടത്തി വിടുകയുള്ളൂ. അപ്പോൾ ഇതിൽ നോർമലി പറയുന്ന പോലെ തന്നെ 100 മീറ്റേഴ്സ് റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, ഷോർട്ട് പുട്ട് ഉണ്ട്. അതേപോലെ ത്രോയിങ്, ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, അതോടൊപ്പം തന്നെ 1500 മീറ്റേഴ്സ് റണ്ണ്. അതിൻ്റെയൊക്കെ ടൈമിങ്ങും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ അല്ലെങ്കിൽ മിനിമം മെഷർമെന്റ് എന്ന് പറയുന്നത് ലോങ് ജമ്പിന്റെയും ഹൈ ജമ്പിന്റെയും ഒക്കെ മിനിമം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് പാസ്സായി കഴിഞ്ഞാലാണ് ഇപ്പൊ 8 എണ്ണത്തിൽ നോർമലി നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ 8 എണ്ണത്തിൽ 5 എണ്ണം പാസ്സായിരിക്കണം അല്ലെ. 1 സ്റ്റാർ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഫോർ മെൻ എന്നാണ് നോർമലി നമ്മൾ ഈ ടെസ്റ്റിന് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ ഈ വീഡിയോന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു, നമുക്ക് ഒരു NCA നോട്ടിഫിക്കേഷൻ കൂടി ഇതിന്റെ കൂടെ തന്നെ അവൈലബിൾ ആണ്. അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 564 മുതൽ 566 വരെയാണ് അല്ലേ. അപ്പോൾ 564, 565, 566 ഈ 3 കാറ്റഗറിയിലുള്ള നോട്ടിഫിക്കേഷനും ഫോറസ്റ്റ് ഡ്രൈവർ തന്നെയാണ് വരുന്നത്. ഫോറസ്റ്റ് ഡ്രൈവറിന്റെ NCA നോട്ടിഫിക്കേഷൻ ആണ്. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ടിഫിക്കേഷനും ഏജും കാര്യങ്ങളൊക്കെ സെയിം തന്നെ ആയിരിക്കും. ഏജ് എന്ന് പറയുമ്പോൾ ഓരോ NCAന്റെ കാറ്റഗറിക്ക് അനുസരിച്ചും അതിന്റെ ഏജിന്റെ റിലാക്സേഷൻ അതിലുണ്ടായിരിക്കും. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് പോസ്റ്റ് വരുന്ന ഫോറസ്റ്റ് ഡ്രൈവർ പേ സ്കെയിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. 26,500 മുതൽ 60,700 വരെയാണ് നമ്മുടെ ഫോറസ്റ്റിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്, ഫോറസ്റ്റ് ഡ്രൈവറുടെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത്. അപ്പൊ ആ 3 കാറ്റഗറി നമ്പറും 564, 565, 566 ഇവിടെ കൊടുത്തിട്ടുണ്ട്. 564 എന്ന് പറയുന്നത് വിശ്വകർമ്മയാണ്, ഇടുക്കിയിലാണ് ഒരു വേക്കൻസി ആണുള്ളത്. അതോടൊപ്പം തന്നെ ഷെഡ്യൂൾ കാസ്റ്റ് പാലക്കാട് ഒരു വേക്കൻസി ആണുള്ളത്. OBC വയനാട് ഒരു വേക്കൻസി ആണുള്ളത്. അപ്പോൾ ഇത് NCA നോട്ടിഫിക്കേഷൻ ആണ്. അപ്പോൾ OBCയിൽ പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ വയനാട്ടിലെ ഈ ഒരു പോസ്റ്റും അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. SCയിലെ ആളുകൾക്ക് നേരത്തെ പറഞ്ഞ പോസ്റ്റ് അപ്ലൈ ചെയ്യുന്ന കൂടെ തന്നെ പാലക്കാടിലെ ഈ ഒരു പോസ്റ്റും അതിന്റെ കൂടെ തന്നെ NCA നോട്ടിഫിക്കേഷന്റെ ഭാഗത്ത് PSCയുടെ നമ്മുടെ പ്രൊഫൈലിൽ NCA നോട്ടിഫിക്കേഷന്റെ ഭാഗത്ത് വന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. അപ്പൊ ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത് നല്ലൊരു ജോബാണ്.
നല്ല ഒരു ഡ്രൈവർ ജോബ് ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് പറ്റുന്ന രീതിയിൽ, സാധാരണ ഡ്രൈവർ ജോബ് അല്ല, അതിലും ഒരു മികച്ചൊരു ഡ്രൈവർ ജോബിന്റെ ഇതിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ജോബാണ് ഫോറസ്റ്റ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോറസ്റ്റ് ഡ്രൈവറിന്റെ ഡീറ്റെയിൽസ് ഇപ്പൊ പറഞ്ഞ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നോർമൽ കാറ്റഗറിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ജനറൽ റിക്രൂട്ട്മെന്റിൽ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, NCA നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് നോക്കിയിട്ട് പോവുക. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ കൂടെ അപ്ലൈ ചെയ്യുക. കാരണം നമ്മൾ ഒരൊറ്റ എക്സാമിനായിട്ടായിരിക്കും PSC ഇത് കണ്ടക്ട് ചെയ്യുക. 2 പോസ്റ്റിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ 2ലും ഉൾപ്പെടുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു എക്സാമിന് വേണ്ടി, ഡ്രൈവറിന്റെ ഏത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഓൾറെഡി കോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടും കോഴ്സിലെ ബാച്ചിന്റെ ഫെസിലിറ്റീസ് അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പുതിയ ഒരു നോട്ടിഫിക്കേഷൻ ആണ്. നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 29 വരെയാണ് അല്ലേ. അപ്പോൾ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോറസ്റ്റ് ഡ്രൈവർ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ നോട്ടിഫിക്കേഷൻ വീഡിയോസും ഇനി ഡ്രൈവർ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ചാനലിലൂടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.